ഹായ് ഗൈസ്, അസ്സലാം വലൈക്കും. ഇന്ന് എണ്ണ കത്തിരിക്ക ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ഓയിൽ ഒഴിച്ചു. കത്തിരിക്ക 4 നമ്മൾ നടുകിൽ കീറിയിട്ട് പിന്നെ നമ്മൾ പുഴു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എണ്ണയിലിട്ടിട്ട് നല്ലൊന്ന് വറുത്തെടുക്കണം. അപ്പോഴേക്ക് ഇപ്പുറത്ത് നമ്മൾ കുറച്ച് തേങ്ങയും വലിയ ജീരകവും അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മൾ കത്തിരിക്ക നല്ലൊന്ന് ഇതായി വന്നു, ബ്രൗൺ കളറായി വന്നു, കളറ് മാറി വന്നു. അപ്പം അതിലേക്ക് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, കുറച്ച് ഉലുവ ഇട്ടിട്ട് ഒരു 5-6 മണി ഉലുവ ഇട്ടു. അതിൽ പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചിട്ട് അതും ഇട്ടു. പിന്നെ വെളുത്തുള്ളി അതും ഇടണം കേട്ടോ. വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി അതും ചതച്ചത് നമ്മൾ ഇടണം. അങ്ങനെ എല്ലാം പാടെ നല്ല ചോപ്പ് ചെയ്തിട്ട് നമ്മൾ നല്ലൊന്ന് വണങ്ങണം. വണങ്ങിയിട്ട് പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് ഉള്ളി ഇട്ട് അത് ഒന്ന് ചോപ്പ് കളറാണ്. ചെറിയ വെളുത്തുള്ളി നമ്മൾ ഒരു 5-6 ചതച്ചിട്ടു കേട്ടോ. തൊലിക്കൊന്നും വേണ്ട, തൊലിക്കാണ്ട് തന്നെ നമ്മൾ ചതച്ചിട്ട് ചെയ്ത്. പിന്നെ കുറച്ച് ഓയിൽ പോരാത്ത പോലെ തോന്നി കുറച്ച് ഓയിൽ ഇട്ടു. പിന്നെ 2 തക്കാളി നല്ല വണക്കി, ഒരു പച്ചമുളക് നടുവ് കീറിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അതും ഇട്ടു. നടുവ് കീറിയിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂണ്, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ട് നല്ല ഇളക്കിയിട്ട് പിന്നെ നമ്മൾ പുളിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിക്കുക. നല്ല ഒഴിച്ചിട്ട് പിന്നെ നല്ല തിളച്ച് നല്ലൊന്ന് ചാറ് പോലെ ഇതാകണം. ആ തിളച്ചിട്ട് ഒന്നൊരു തിള വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യണം, കത്തിരിക്ക അതിലിടുക. കത്തിരിക്ക ഇട്ടിട്ട് പിന്നെ നല്ല വേകണം. ഒന്ന് വെന്ത ശേഷം നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് അതിൽ ഒഴിക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഇത്തിരി മല്ലിയില നമ്മൾ അതിൻ്റെ മേലെ ഇടുക. ചാറ് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. பண்ணுங்க, ஷேர் பண்ணுங்க.